ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാഹുൽ മാങ്കൂട്ടം എവിടെ? നിശ്ചയിച്ച പ്രത്യേകാന്വേഷണ സംഘം വല വിരിച്ചിട്ട് പ്രതി വലയിലാകാത്തത് എന്തുകൊണ്ടാണ്? വല വിരിച്ചുവെന്ന പ്രതീതിയുണ്ടാക്കി കാത്തിരിക്കാനാണോ മുകളിൽ നിന്നുള്ള നിർദ്ദേശം? രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്. കോടതി കഴിഞ്ഞില്ലെങ്കിൽ തദ്ദേശ വിധിയെഴുത്തിന് തൊട്ടടുത്തായി പിടികൂടാമെന്നതാണോ ലക്ഷ്യം? അതുവരെ കണ്ടവരുണ്ടോ കടലാസുമായി SFIക്കും DYFIക്കും തെരുവിൽ തുടരാം. ഇതിനിടയ്ക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൊഴികൾ കറങ്ങിത്തിരിഞ്ഞ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുമുണ്ട്. കോൺഗ്രസിലാകട്ടെ പാർട്ടി മുഖപത്രത്തിനാകെ വികല വീക്ഷണം സംഭവിച്ച മട്ടാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വന്ന മുഖപ്രസംഗത്തിൽ മുഖം നഷ്ടപ്പെട്ട പത്ര മാനേജ്മെന്റ് എഡിറ്റോറിയലിനോട് വിശദീകരണം തേടേണ്ടി വന്നിരിക്കുന്നു. പോലീസ് വലവീശി എന്ന വാർത്തകൾക്കിടെ രാഹുൽ തലസ്ഥാനത്തെത്തി വക്കീലിന് വക്കാലത്തൊപ്പിട്ട് കൊടുത്തു എന്ന വാർത്തയുമുണ്ട്. BJPക്കാകട്ടെ ഏതാവണം സുവർണാവസരം എന്നതിലാണ് സംശയം. ഏതെടുക്കണം? ശബരിമല സ്വർണ്ണക്കൊള്ളയോ അതോ രാഹുലിന്റെ പീഡനാരോപണമോ? ഇതിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്നതാണ് ഇന്നത്തെ വാർത്ത. രാഹുലിനെ കിട്ടിയില്ലേ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും നിജേഷ് അരവിന്ദ്, CPMൽ നിന്നും V വസീഫ്, റിട്ടയേർഡ് SP ശ്രീ സുഭാഷ് ബാബു, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ നിരീക്ഷകനായി ജോർജ് പൊടിപ്പാറ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ നിജേഷിലേക്ക് പോവുകയാണ്. നിജേഷ്, ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രതികരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ വ്യത്യസ്ത പ്രതികരണം നടത്തിയിരുന്ന രാഹുൽ എന്ന മിടുക്കനെക്കുറിച്ച് വാചാലനായിരുന്ന K സുധാകരനും ഇന്നിപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട്. കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നതിലേക്ക് ആ നിലപാട് മാറുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ടി മുഖപത്രം എന്താണ് ചെയ്തത്? നിജേഷ്. പാർട്ടി മുഖപത്രത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് തിരുത്താൻ ആവശ്യമായ നടപടിയെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഷനോടുകൂടി സ്പീക്കർക്ക് കത്ത് നൽകിയതോടുകൂടി പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതോടുകൂടി പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗം ഏതെങ്കിലും കാലത്ത് തെളിയിക്കപ്പെട്ട് വന്നാൽ നമുക്ക് അപ്പം നോക്കാം. പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയി, അയാൾ എവിടെ ഒളിച്ചു, അയാൾ എന്ത് ലുക്കൗട്ട് എന്ന കാര്യങ്ങളിൽ അന്വേഷണാത്മക രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങളുടെ നിലപാട് വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇനി ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് എങ്കിൽ അവരൊക്കെ പാർട്ടിയുടെ നിലപാടിലേക്ക് എത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഈ വിഷയം പുറത്തു വന്ന ശേഷമാണല്ലോ നിയമസഭാ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനൊപ്പം അവിടേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ എതിരെ നടപടിയെടുത്തിട്ടില്ല. അതുകൂടാതെ ഇപ്പോൾ ഇതിനു മുൻപ് പാലക്കാട് പ്രചാരണത്തിൽ വന്നത്, അതുകൂടാതെ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പരിപാടി, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം, അവിടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. പാർട്ടി വിട്ടുകളഞ്ഞ, ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെയൊക്കെ പാർട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ആശീർവാദത്തോടെ അതിലൊക്കെ സന്നിഹിതരായിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നതെന്നാണ് കിട്ടുന്ന വിവരം. കൂടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായോ നിജേഷ്? നേരത്തെ ഈ വിഷയം പുറത്തു വന്നപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി. ആ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും സാഗൂതം വീക്ഷിച്ചു. സ്വാഭാവികമായിട്ടും ആ അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ പ്രതി ചേർക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുമെന്നോ നമ്മൾ കരുതി. എന്നാൽ ഒരു പ്രതികരണവും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നോ നേരത്തെ പറഞ്ഞ ഇരകളിൽ നിന്നോ ഉണ്ടാവാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ മാസം 1, 2, 3 കഴിഞ്ഞപ്പോൾ മറ്റൊരു തലത്തിലും എത്താത്തപ്പോൾ ചില പ്രാദേശിക നേതാക്കന്മാർ അവരെ വിളിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള പരിപാടികളിൽ ഔദ്യോഗിക പരിപാടികൾ സസ്പെൻഷനിലായ നേതാവ് സസ്പെൻഷനിൽ തന്നെയാണെന്ന് നേതാക്കൾ തലപ്പത്തുള്ളവർ പറയുക, എന്നിട്ട് താഴേക്കുള്ളവർ അത് ധിക്കരിക്കുക. അതെങ്ങനെയാണ് സാധ്യമാവുക? ഒരു ജനാധിപത്യ പാർട്ടി എന്നാൽ ഇങ്ങനെ നടക്കുന്നു എന്നതാണോ അതിന്റെ അർത്ഥം? ആ വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പാർട്ടിക്ക് ചില നടപടികളുണ്ട്. ആ പാലക്കാട് MLA പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. വളരെ ലോക്കലായ പരിപാടി എന്നൊക്കെ എങ്ങനെ പറയും? അതിന്
ലോക്കലായ പരിപാടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു 5-6 മാസം 3 മാസത്തിലധികം ഈ കേസ് മുന്നോട്ട് പോയി. ചില ആളുകൾക്ക് സ്വാഭാവികമായ സംശയമുണ്ടായി, ഇയാൾ ഇതിൽ പ്രതിയാണോ, അന്വേഷണ സംഘം എന്ത് ചെയ്തു, കേസുണ്ടോ. ഇരകൾ എന്ന് പറയുന്ന ഒരാളും പുറത്തു വരുന്നില്ല. ചില ആളുകൾ അതിന്റെ പിറകെ നടക്കുന്നു എന്നല്ലാതെ ഒന്നുകിൽ അദ്ദേഹം പറയണം അല്ലെങ്കിൽ പറയണം, തെളിയിക്കപ്പെടട്ടെ എന്നുള്ള നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ആ സമയത്ത് കർശനമായ ഒരു ആക്ഷനിലേക്ക് പോയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് കേസ് എടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും നിർദ്ദേശിച്ചു. അതുകൊണ്ടല്ലേ മുഖപത്രത്തിനോട് ഒരു ആക്ഷൻ എടുക്കാൻ പറയുന്നത്. ഞങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റി കുറവില്ല. ഏതെങ്കിലും ഒരു സസ്പെൻഷനാണ് ഏറ്റവും ശക്തമായ നടപടി എന്നാണല്ലോ നേതാക്കൾ പറയുന്നത്. ആണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സ്മൃതി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു MLA-ക്കെതിരെ ആരോപണം വന്നപ്പോൾ ഞങ്ങൾ അതിനെ മാറ്റി നിർത്തി. ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇതേ അന്വേഷണാത്മക പത്രപ്രവർത്തനം നിങ്ങൾ കുറ്റപത്രം നൽകപ്പെട്ട MLA-യോടും ഉണ്ടാവണം. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് മുകേഷിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചില്ലല്ലോ. ഈ MLA-യുടെ പിറകെ പോയി അന്വേഷണം നടത്തിയ എല്ലാ ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഞാൻ സ്മൃതിയോട് ചോദിക്കട്ടെ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. അയാൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുത്തു. ഇനി അയാളുടെ പോക്കും വരവും ഞങ്ങൾക്കില്ല. ശരി, നിങ്ങൾ എടുത്തിരിക്കുന്ന നടപടി ശക്തമായ നടപടിയാണ് നിങ്ങളുടെ നേതാക്കൾ തന്നെ പറയുന്നു. അതിങ്ങനെ മാസം കഴിയും തോറും അതിന്റെ കാഠിന്യം കുറഞ്ഞ് അതങ്ങ് ഇല്ലാതാവും. ആ രൂപത്തിലാണോ പാർട്ടി നടപടി? ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രാദേശിക നേതാക്കൾ എന്നൊക്കെ പറയുന്നത് തെറ്റാണ് കേട്ടോ. കാരണം VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രചാരണത്തിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി ശരി, പ്രചാരണത്തിന് ഏതെങ്കിലും ഒരാൾ വന്നു പോട്ടെ എന്ന് കരുതാം. അങ്ങനെയല്ലല്ലോ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പരിപാടിയിലുണ്ട്, നേതാക്കൾ കൊണ്ട് നടക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വിജേഷ് ഒരൊറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിക്കാമോ? ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ട ഏർപ്പാടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയാളെ ഒളിവിൽ താമസിപ്പിക്കാനോ അയാളുടെ കേസ് നടപടികൾക്കൊപ്പം നിൽക്കാനോ അതിനെ സംരക്ഷിക്കാനോ ഇനി പാർട്ടി ഉള്ളിൽ അന്വേഷണം നടത്തി ആ പീഡനത്തിന്റെ തീവ്രത അളക്കാനോ തയ്യാറല്ല. ഞങ്ങൾ ആ ആരോപണത്തെ മുമ്പോട്ട് വന്ന ഒരു സഹോദരി പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണല്ലോ ഇതിന്റെ തുടക്കം. ആ സമയത്ത് തന്നെ പാർട്ടി യോഗം കൂടി അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത് തെറ്റാണ് എന്നും ഇരയുടെ ഭാഗത്ത് ഇന്നെന്ന പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ ആക്ഷൻ എടുക്കുമായിരുന്നു. ഒരാളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്താതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാക്കന്മാർക്കോ മണ്ഡലത്തിലെ ആളുകൾക്കോ അയാൾ അങ്ങനെ തള്ളപ്പെടേണ്ടതല്ല എന്ന് തോന്നിയാൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കാര്യം ക്ലിയർ ആണ്. ഒരാൾ പരാതി കൊടുത്തു. ഞാൻ അതിന്റെ മെറിറ്റിലേക്കോ കാര്യങ്ങളിലേക്കോ അതിന്റെ വിശകലനത്തിലേക്കോ പോകാൻ തയ്യാറല്ല. ഒരു പരാതി കൊടുത്തു. ഒരാൾ പരാതി കൊടുത്തു. ആ പരാതിക്ക് അനുസരിച്ച് FIR ഇട്ടു, കേസ് എടുക്കുന്നു. ഇനി അയാൾ തെളിയിക്കട്ടെ. അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള സമയം വരെ ഞങ്ങൾ കാത്തിരിക്കും. ശരി, ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് ഇതുകൂടി പറയണം. വീക്ഷണം പത്രത്തിലെ എഡിറ്റോറിയലിന് കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വതന്ത്രമായ സാഹചര്യമുണ്ടോ? പാർട്ടി മുഖപത്രമാണല്ലോ. തീർച്ചയായിട്ടും ആ പത്രത്തിന് പല പാർട്ടി പത്രം നേരത്തെയും അതിന്റെ എഡിറ്റോറിയലിൽ ചില സമയത്ത് പാർട്ടി നിലപാടുകളിൽ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് പാർട്ടി ഇടപെടും, പാർട്ടി തിരുത്തും, പാർട്ടി തിരുത്തേണ്ട സമയത്ത് തിരുത്തും. അതെങ്ങനെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വരിക? ആ സമയത്തൊക്കെ ഇടപെട്ട് തിരുത്തുന്നു പറഞ്ഞാൽ എന്താ, ഇനിയും വരും, ഇനിയും കുഴപ്പം സംഭവിക്കും, ആ കുഴപ്പം സംഭവിക്കുമ്പോഴൊക്കെ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും എന്നാണോ പറയുന്നത്? നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതാണ് ആ മുഖപ്രസംഗം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? KPCC ഓഫീസിലോ KPCC പ്രസിഡന്റിന്റെ അടുത്തോ ഭാരവാഹികളുടെ അടുത്തോ വീക്ഷണം പത്രത്തിന്റെ എഡിറ്റോറിയൽ ഞങ്ങളെടുത്ത് വന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടല്ല വരിക. അതിൽ പാർട്ടി നിയോഗിക്കുന്ന ചില ആളുകൾ അതിന്റെ തലപ്പത്തുണ്ട്. പക്ഷേ എന്നാൽ എഡിറ്റോറിയൽ ബോർഡ് അത് സ്വതന്ത്രമാണ്. എഡിറ്റോറിയൽ ബോർഡ് ചിലപ്പോൾ പാർട്ടിയിലെ തന്നെ വിഷയങ്ങൾക്കനുസരിച്ച് എഴുതിയിട്ടുണ്ട്. പാർട്ടി നടപടിയെടുത്ത ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് പ്രതിരോധത്തിലല്ല, കോൺഗ്രസ് ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നേതാക്കൾ ശക്തമായി പറയുന്ന വിഷയം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും അനുകൂലിക്കാതെ സൂക്ഷ്മതയോടെ നേതാക്കൾ പ്രതികരിക്കുന്ന സമയം ചിലരുണ്ട് അപവാദമായി. അങ്ങനെ സംസാരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു മുഖപ്രസംഗം വരിക? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ചില നേതാക്കളുടെ ആശീർവാദമുണ്ടോ? ചില നേതാക്കൾ പറഞ്ഞതനുസരിച്ചാണോ ഇങ്ങനെ ഒരു മുഖപ്രസംഗം തയ്യാറാക്കിയതെന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്ന് സ്മൃതി പറയരുത്. 2 ദിവസം മുമ്പാണ് 3 ആഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്ത ബിനോ തോമസ് എന്ന ഒരു CI, ഒരു SHO
കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രമാദമായ CPM-നൊപ്പം നടക്കുന്ന, CPM-ന് ബാങ്ക് പിടിച്ചു കൊടുക്കുന്ന, CPM-ന്റെ അടിമപ്പണി എടുക്കുന്ന ഉമേഷ് എന്ന് പറയുന്ന DYSP കസ്റ്റഡിയിലുള്ള ഒരു സ്ത്രീയെ നിരന്തരമായി പീഡിപ്പിച്ചു എന്ന് ആത്മഹത്യക്കുറിപ്പിൽ എഴുതി. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയോ? അതും പ്രധാനപ്പെട്ട വിഷയമല്ലേ? പീഡനം തന്നെയല്ലേ നടന്നത്? കസ്റ്റഡിയിലുള്ള ഒരു യുവതിയെ ഒരു DYSP പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു അന്വേഷണം, അങ്ങോട്ടൊരു ഏതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം നടത്തിയോ? ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് കരുതരുത്. ഇതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നം കേരളത്തിലുണ്ട്. അത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പീഡനത്തിന്റെ കാര്യങ്ങൾ ഉമേഷിനെ പോലെയുള്ള CPM-ന്റെ, ഏത് കാലത്തും CPM-ന്റെ കാലടിപ്പാടുകൾ പിന്തുടരുന്ന, CPM-ന് വേണ്ടി എന്ത് പണിയും എടുത്തു കൊടുക്കുന്ന, ബാങ്ക് വരെ പിടിച്ചെടുത്തു കൊടുക്കുന്ന ഉമേഷിനെ പോലെയുള്ള അടിമകൾ ചെയ്യുന്ന അന്വേഷണം നടത്തണം. അതിലേക്ക് കൂടി സ്മൃതിയുടെ പത്രപ്രവർത്തനവും റിപ്പോർട്ടറിന്റെ ചാനലും കണ്ണോടിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ശരി വസീഫ്, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു. ആ നടപടി എന്താണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതിന്മേലൊരു രണ്ടാമത്തെ നടപടി എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, CPM-ന് ഇതൊന്നും പറയാൻ, എന്താണ് നടപടിയെടുക്കാത്തതെന്ന് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നിങ്ങളുടെ നീക്കം ഒരു തരത്തിലും വിലപ്പോകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. മറുപടി. ഇതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഈ സംഭവത്തിൽ CPM-ന് എന്താണ് പങ്ക്? ഞങ്ങളാണോ ഈ ആരെങ്കിലും കൊണ്ടുപോയി ഈ ഗർഭം ധരിപ്പിച്ച ആളുകളെ അത് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിനോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിക്കുന്നതിലോ CPM-ന് എന്തെങ്കിലും പങ്കുണ്ടോ? നോക്കൂ, നിങ്ങൾ എത്ര ബാലിശമായിട്ടാണ്, എത്ര അപക്വമായിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അവരിപ്പോൾ തീവ്രത അളക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കൊടുത്ത ഒരു പരാതിയിൽ നടന്ന അന്വേഷണത്തിന്റെ തുടർച്ചയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ അധികായൻ, അദ്ദേഹം തന്നെ വെച്ച ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ വന്ന സ്റ്റേറ്റ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ രാത്രി പാതിരയ്ക്ക് ഇത്ര നൂറുകണക്കിന് കോളുകൾ, എന്തിനാണ് ഇവരെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ച കെ മുരളീധരൻ്റേത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ, എത്രയെത്ര പരാതികൾ, എന്തൊക്കെ ചർച്ചകൾ. ഞങ്ങൾ അവിടെയും അതിനെ ഒരു സാമ്പത്തിക ഇടപാട് തട്ടിപ്പ് കേസായി ഞങ്ങൾ പരിഗണിക്കാനുള്ള ശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കെതിരെയൊന്നും ആ തരത്തിലേക്കല്ല ഞങ്ങളൊരു പ്രചരണമോ മറ്റോ കൊണ്ടുപോയത്. അത് ഞങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് വന്ന പരാതിയേ അല്ല. കൊടുത്തത് ആരാ? കോൺഗ്രസ് നേതാവ് മല്ലേലിൽ ശ്രീധരൻ നായരാ. അന്ന് തീവ്രത അളന്നോ ഇല്ലേ എന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയണം. അതിനുശേഷമാണ് വിൻസെന്റ് MLA-യും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഉള്ളത് ജയിലിൽ പോയി തിരിച്ചിറങ്ങിയതാ. ഇത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കേസിനോട് സാമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. സമാനതകളില്ലാത്ത കേസാണ്. ശരി, ഒരു മിനിറ്റ്. അങ്ങ് ഈ കേസിന്റെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ കേസ് പറഞ്ഞത് സമാനതകളില്ലാത്ത കേസാണ്. അങ്ങ് ഈ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾ പ്രത്യേക ചില ഘട്ടങ്ങളിൽ, പ്രത്യേക ചില സമയങ്ങളിൽ അത് അങ്ങ് എടുത്തുയർത്തുന്നു. അതിനായി പരാതിക്കാരി പ്രത്യേക ചില സമയങ്ങളിൽ വരുന്നു. അത് നമ്മൾ കണ്ടാണല്ലോ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ദിവസം ഒരു വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം ഇന്നും ഓർക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം എന്തായിരുന്നു എന്നും ഓർക്കുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആ പരാതി ഉയർത്തുക, പരാതിക്കാരി അതിനായി രംഗത്ത് വരിക, അതിന് പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് നിഷ്കളങ്കമായി കരുതാൻ കഴിയില്ല. അതിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ കേസ് ഇപ്പോൾ പറയാതിരിക്കുന്നതാണ് ബുദ്ധി. അല്ലാതെ നേരത്തെ പറഞ്ഞ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണമൊക്കെ കേരളം അന്ന് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്താണ് വസീഫ്. ഒരു സംശയവുമില്ല, നല്ല രീതിയിൽ ചർച്ച ചെയ്താണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ പോലെയല്ല, അതിനേക്കാൾ ഗംഭീരമായി കേരളം ചർച്ച ചെയ്താണ്. 4 പേജ് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ വാർത്ത കൂട്ടിച്ചേർത്തതാണ് എന്ന്. നിജേഷ്, ഒരു മിനിറ്റ് നിജേഷ്, അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. അത് അങ്ങനെ പറയാൻ പറ്റില്ല. വസീഫ് പറഞ്ഞോളൂ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മുടെ വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടേതാണെന്ന് പറയുന്ന പത്രം, എന്നാൽ അവർ അതിൻ്റെ ഏതോ ചുമതലക്കാരെന്ന് പറഞ്ഞു കോൺഗ്രസിന് ബന്ധമില്ല എന്ന് പറയുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞത്.
ഞാനിവിടെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിന്റെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഒരു ഡസനോളം നേതാക്കന്മാർക്കെതിരെ വന്ന പരാതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത് അവരുടെ തീവ്രത പരിശോധിക്കാനോ ഒന്നുമല്ല, കോൺഗ്രസ് എടുത്ത നടപടികളെ കുറിച്ച് പറയാനോ അല്ല, മറ്റ് കേസുകളോട് ഇതിനെ സമീകരിക്കരുതേ എന്ന് പറയാനാണ്. അതിൽ എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, വിൻസെന്റ് MLA ഉണ്ട്, അവരിപ്പോഴും കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വങ്ങളിൽ ഇരിക്കുക. അങ്ങനെ ഈ കേസിനെ കൊണ്ടുപോയി കെട്ടരുത്. ഈ കേസും നിങ്ങൾ നോക്ക്, അടൂർ പ്രകാശ് പറയാണ് ഇത് ഞങ്ങൾ ഏതോ CPM-ന്റെ എന്തോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കേസാണ്, VD സതീശന്റെയും ഒരു ധ്വനി ആ തരത്തിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും പങ്കുള്ള കേസാണോ ഇത്? അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും വിശ്വസിക്കുമോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ CPM-ന് ഈ കേസിൽ പങ്കുണ്ട് എന്ന്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് എഡിറ്റോറിയൽ എഴുതുക. അതിനുശേഷം KPCC-യുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര ഹീനമാണ്! എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ അതിനെതിരെ പരാതി കൊടുക്കാൻ, അതിനെതിരെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുക? ഇതൊരു സാധാരണ കേസാണോ? അസാധാരണമായ, ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളല്ലേ. പിന്നെ പറയുന്നു ഇതിൽ പരാതി വരണം എന്നുള്ളത്. പരാതി വേണോ? ഇതിൽ വന്ന ആ വോയിസ് ക്ലിപ്പുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കൂ നിങ്ങൾ. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുക, വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ തരത്തിലേക്ക് ഇത് പോകുന്നത് എങ്ങോട്ടാ? ഇതിൽ വന്ന ആ ഡീറ്റെയിൽസുകൾ, ചാറ്റുകൾ, കോളുകൾ എല്ലാം ഏത് തരത്തിലേക്കാണ് പോകുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുക, PR വർക്കിന് നേതൃത്വം കൊടുക്കുക, അവരെ വീണ്ടും കൊണ്ടുവരിക, സിനിമാ നടന്മാരെയും നടിമാരെയും മറ്റുമൊക്കെ ഇറക്കി ഇവരുടെ PR വർക്ക് അങ്ങ് വല്ലാത്ത രീതിയിലേക്ക് കൊടുമ്പിരിക്കൊള്ളുക. ഞങ്ങളാണോ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ആ സമയത്ത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുട്ടി തന്നെ വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോ എന്തൊക്കെയാണ് MMSനും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്? എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ക്രൂരമായ ആക്രമണം അല്ലേ നടന്നത്? ക്രൂരമായ ആക്രമണം എവിടെ നടക്കുന്നത്? ഇവരുടെ ഇടയിലാണ്. ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സന്ദീപ് വാര്യർ ഉൾപ്പെടെ KPCC-യുടെ ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ ഇവർ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നുണ്ടോ? ഇവര് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നു, ബാക്കി ഇവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾ വെട്ടുകിളി കൂട്ടങ്ങളെ പോലെ ഏറ്റെടുക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഷാഫി പറമ്പിലിന്റെയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരുടെയും ഒക്കെ കൂടെ പടമുള്ള, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ അതിജീവിതയുടെ പടം ഉപയോഗിച്ച് വലിയ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ പടം വെച്ച് സന്ദീപ് വാര്യരിട്ട പോസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഗ്രൂപ്പുകളിലെല്ലാം വരുന്നത്, വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. താൻ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാ. ഡിലീറ്റ് ചെയ്ത ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ, അത് കോപ്പി എടുത്ത മെസ്സേജുകൾ എല്ലാം ഈ സൈബർ ഇടങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കല്ലേ. ഇതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഈ കാര്യത്തെ വെച്ച് മറ്റ് ഏതെങ്കിലും സംഭവങ്ങളോട് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് എത്ര ഹീനമാണ്. അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാ അംഗീകരിക്കാൻ പറ്റുക? പിന്നെ ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അവിടെ ആരാ തെരഞ്ഞെടുപ്പിന്റെ സ്കൂട്ടിക്ക് പോലും പോയത്? ഈ പറയുന്ന കക്ഷിയല്ലേ, MLA അല്ലേ? നമ്മൾ കണ്ടല്ലോ. എന്നിട്ട് അത് നമ്മളൊക്കെ സ്കൂട്ടിക്ക് പോകുന്നതല്ലേ? ഈ നിജേഷും പോകാറുണ്ട്, ഞാനും പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. നമ്മൾ ആരെങ്കിലും വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കാറുണ്ടോ? ഞാൻ ഇതുവരെ നിജേഷിൻ്റെത് കണ്ടിട്ടില്ല, വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കണ്ടിട്ടില്ല. അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രീ പ്ലാൻഡ് പെർഫോമൻസ് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിന് ജയ് വിളിക്കുക. നമ്മൾ ഇതൊക്കെ കാണുകയാണേ. അതാണ് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയതാണ്, പ്രകോപിപ്പിച്ചു എന്നുള്ള വാക്കാണ് ഇതിൽ നേരത്തെ ഉണ്ണിത്താനും പറഞ്ഞത്, രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞത്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടല്ലോ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വല വിരിച്ചു എന്ന് പറയുന്നുണ്ട്. വല വിരിച്ചു എന്ന് പറയുമ്പോഴും തലസ്ഥാനത്ത് നിന്നെത്തി, വഞ്ചൂരിലെത്തി, വഞ്ചൂർ കോടതിയിലെത്തി, വക്കീലിനെ കണ്ട് വക്കാലത്ത് ഒപ്പിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. ഇതിനിടയിലൂടെ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടതില്ല എന്നായിരിക്കുമോ പോലീസ് ആലോചിക്കുക? ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ് ശ്രീ സുഭാഷ് ബാബു? പോലീസ് ആകെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാഹുൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, രാഹുലിന് പിറകെ പോലീസുണ്ട് എന്ന രൂപത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണോ യഥാർത്ഥത്തിൽ?
അല്ല, സാധാരണഗതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കോടതി ഫയൽ ചെയ്ത് നോട്ടീസ് പ്രോസിക്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിൽ നിന്ന് പോലീസ് പിന്തിരിയാവുന്ന സ്വഭാവമാണ്, താൽക്കാലികമായിട്ട് പിന്തിരിയുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിനെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യവും അങ്ങനൊരു വിമർശനം കോടതിയുടെ മുൻപിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് തൽക്കാലം അറസ്റ്റിനൊരു വിമുഖത കാണിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് അവർക്ക് കിട്ടുമായിരുന്നത് തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റിന് വിധേയനാകാതിരിക്കുക എന്ന് പറഞ്ഞത് ഏതായാലും ഏത് കേസിൽപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അതാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. മുമ്പില്ലാത്തത് 1973 ശേഷം CRPCയിലും പിന്നെ ഇപ്പം ഇതിനകത്ത് BNSSലും തുടരുന്നതാണ്. അപ്പോൾ അത് ഒരു പ്രതിയെ ആക്കപ്പെട്ട ആൾ, കാരണം ആരോപിതൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള അവകാശമുണ്ട്. അതിൽ നമുക്ക് വിമർശിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവകാശം എന്നുള്ള രീതിയിൽ ഒരു പരിധിയെങ്കിലും അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ തെറ്റ് എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എനിക്കത് പറയാൻ സാധ്യമല്ല. കാരണം അവർ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജയിക്കണമെന്ന് അയാളെ ഏതെല്ലാം രീതിയിൽ തെളിവുകൾ ശേഖരണത്തിലൂടെ പോലീസിന് വളരെ ക്രിയാത്മകമായി ഫലപ്രദമായി വിജയകരമായിട്ട് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതപ്പം ഒരാളുടെ പോലീസ് വെല്ലുവിളി ഏൽക്കുന്നു, മറ്റേയാൾ പോലീസിനെ വെല്ലുവിളിച്ചിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും അങ്ങനെ ഒരു അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ അങ്ങനെ കൂടുതൽ സാമർഥ്യം കാണിച്ച് രക്ഷപ്പെടാതിരിക്കാനുള്ള വൈഭവം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. കാരണം അദ്ദേഹം അത് എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാലല്ലേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ ലൊക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പുറത്തേക്ക് വരാതിരിക്കാൻ സുഹൃത്തുക്കളുടെ അടുത്തോ സ്റ്റാഫിന്റെ അടുത്തോ കൊടുത്തതായിട്ടൊക്കെയാണ് സംശയിക്കുന്നത്. ആയിരിക്കും. കാരണം നിങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കണമെങ്കിൽ എന്താ ചെയ്യുക? പണ്ട് ആദ്യമായിട്ട് ഈ സംഭവം നമ്മൾ കേട്ടത് എന്താണ്? എറണാകുളത്ത് നിന്ന് ഒരു കളവ് ചെയ്തതിന് ശേഷം ആ ഒരു ലോറിയിൽ, ഇൻ്റർസ്റ്റേറ്റ് ലോറിയിൽ മൊബൈൽ ഓണാക്കി അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അത് ബോംബെ പോയതിന് ശേഷം അവിടെ നിന്നാണ് പോലീസ് ഇയാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണെന്നറിയോ, പ്രതിയെ പിന്നീട് കിട്ടുമ്പോൾ എന്താണ്, അദ്ദേഹം ഫോൺ ഇതിനകത്ത് ഓൺ ചെയ്ത് വെച്ച് അതിനകത്ത് വെച്ചിരുന്നു. ലോറി ഡ്രൈവർ അറിയില്ല. അങ്ങനെ അത് പൂനെ വരെ പോയി. ഒരു കഥ നമ്മൾ ആദ്യമായിട്ട് കേട്ടത് അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിദഗ്ധമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇപ്പം AI കാലമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ അയാൾ ഉപയോഗിക്കുമെന്ന് സാധാരണ ബുദ്ധിയിൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഫോൺ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കും. കാരണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് വലിയ വൈദഗ്ധ്യമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എന്തായാലും ശരി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് ചിലപ്പം താൽക്കാലികമായിട്ട് അറസ്റ്റ് ഡെഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിമർശന സാഹചര്യം വരും. അത് ആ കോടതി തന്നെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കോടതിയുടെ ഉത്തരവിനെ പോലും സ്വാധീനിക്കാൻ പോലീസ് ധിക്കാരപരമായിട്ട് ചെയ്തു എന്നാൽ പിന്നെ കൊടുത്തേക്കാൻ ജാമ്യം എന്ന് കോടതിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. ശരി, ഞങ്ങളിലേക്ക് വരാം. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാനാവുന്ന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻപാകെ രാഹുൽ ഡിജിറ്റൽ രേഖകൾ, പുതിയ രേഖകൾ കൂടി കൈമാറിയിരിക്കുന്നു. മുദ്രവെച്ച കവറിൽ 9 രേഖകൾ കൈമാറിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യത്തിനപ്പുറം ഡിജിറ്റൽ രേഖകൾ കൂടി കൈമാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം രാഹുൽ മാങ്കുട്ടത്തിനുണ്ട് എന്നാണോ രാഹുൽ ഈശ്വർ കരുതുന്നത്? ഞാൻ സ്മൃതിജിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങുകയാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞ കള്ളമാണെന്ന് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ കഴിയില്ല. കാരണം പക്ഷേ സ്മൃതിജിക്ക് വ്യക്തിപരമായി ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പ്രേക്ഷകർ സ്മൃതിജിയോട് ചോദിച്ചാൽ മതി. 4 ദിവസമേ ഉള്ളായിരുന്നു കല്യാണം. 1 മാസത്തിന് കല്യാണം ഒഴിഞ്ഞെന്നൊരു പരിപാടി പോലുമില്ല. ഒഴിഞ്ഞു എന്ന് പച്ചക്കള്ളം പറയുന്ന ആ പെൺകുട്ടി അടുത്ത വർഷം ജനുവരി 8-നും സ്കൂൾ കലോത്സവത്തിനും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളിൽ ചിലത് എനിക്ക് ധരിച്ച ധാരാളം തെളിവുകളിൽ ചിലത് മാത്രം, അതിൽ 2 എണ്ണം സ്മൃതിജി കഴിച്ചിട്ടുണ്ട്. എനിക്ക് സ്മൃതിജിയെ വിശ്വാസമാണ്. ജനങ്ങളുടെ കോടതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത്. കോടതിയിലും ജനങ്ങളുടെ മാധ്യമങ്ങളാണ് രാഹുൽ, ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു സദാചാര വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഒരു സദാചാര വിഷയമല്ല. ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത് ആ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നാണല്ലോ. ആ വിഷമം പറഞ്ഞാണ് ഒരു ബന്ധമായതെന്നാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടവും സമ്മതിക്കുകയാണ്. അതുകൂടി അങ്ങ് പറയൂ.
ആയിക്കോട്ടെ, ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് മാഡം, അങ്ങനെ ഞാൻ സദാചാരം പറയാൻ അങ്ങനെ ഞാൻ ശ്രീരാമനോ ഹരിചന്ദ്രനോ ഒന്നും അല്ല. എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം മലയാള യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സദാചാരം അതൊന്നും ഞാൻ പറയില്ല. ഞാനിവിടെ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞ പച്ച കള്ളങ്ങളെ പൊളിച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ കള്ളം, 4 ദിവസമേ ഞങ്ങൾ കല്യാണത്തിൽ നിന്നിട്ടുള്ളൂ, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു. ഇപ്പം സ്മൃതി മാഡത്തിന് അയച്ചിരിക്കുന്ന ചിത്രങ്ങൾ ജനുവരി 8-ന് ആ പെൺകുട്ടിയും ഭർത്താവും വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ഒരു സുഹൃത്ത്, മാധ്യമങ്ങളിൽ തന്നെയുള്ള ഒരു പ്രമുഖയായ മാധ്യമ പ്രവർത്തകയോടൊപ്പം നിൽക്കുന്നതും സ്കൂൾ കലോത്സവത്തിനടക്കം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ്. ജനങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഈ ഒരുപാട് തെളിവുകൾ എൻ്റെ ഉണ്ട്. എൻ്റെ യൂട്യൂബിൽ ജനങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ഞാൻ ഇന്ത്യൻ നിയമത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. കാര്യം നമുക്ക് ആ വിക്ടിമിന്റെ ഐഡന്റിറ്റി പറയാൻ പാടില്ല. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഏത് പാർട്ടിക്കാരനാണെന്നും ഈ പെൺകുട്ടി ഏത് മാധ്യമത്തിന്റെ ചാനലിലാണ് ചെയ്യുന്നത് പോലും ഞാൻ പറയില്ല. ശരി രാഹുൽ, ഇപ്പോൾ ആ യുവതി അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ആ ബന്ധത്തിന് 1 മാസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് സാങ്കേതികമായി അവർ അടുപ്പത്തിലുണ്ടായിരുന്ന കാലത്തെ ആയിരിക്കാം. നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. നമ്മുടെ വിഷയം അവർ വിവാഹിതയായിരുന്നോ വിവാഹമോചിതയായിരുന്നോ എന്നുള്ളതല്ലല്ലോ രാഹുൽ. നമ്മുടെ പ്രധാന വിഷയം എന്താണ്? ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണല്ലോ. അവിടെയാണ് മാഡം ഞാൻ അതാ പറഞ്ഞത്. ഇത്രയും ഫ്ലോയിൽ സംസാരിക്കുന്ന സ്മൃതിജിക്ക് പോലും വാക്കുകൾ ഇടറുന്നത് ഞങ്ങൾക്ക് ആശ്വാസം. എനിക്ക് വാക്കൊന്നും ഇടറിയിട്ടില്ല. മാർച്ചിൽ ഞാൻ പറയുന്നതിൽ നല്ല വ്യക്തതയുണ്ട്. മാഡം, ഞാൻ ഇനിയും തിരിച്ചൊരു കാര്യം ചോദിക്കാം. സ്മൃതി മാഡം ഒന്ന് പറയൂ, സത്യസന്ധമായി പറയൂ. മാർച്ചിൽ നമുക്ക് എല്ലാ ദിവസവും രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞതിന് ശേഷം മാർച്ചിൽ 3 തവണ ബന്ധപ്പെട്ടപ്പോൾ അത് ബലാത്സംഗം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ കള്ളമല്ലേ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഭർത്താവായിരിക്കുമെന്ന് പറയുകയും അതേസമയം നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയിൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതുമാണല്ലോ. പറയാനുണ്ടോ? ഈ മറുപടി പറയാം. ഈ പെൺകുട്ടി തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഈ പെൺകുട്ടിയും പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പുറത്തുവിട്ട ചാറ്റിൽ മാർച്ചിൽ ഇവർ ലൈംഗിക ബന്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിൽസ് മുഖ്യം, അല്ലെങ്കിൽ പിൽസ് വേണമെന്ന്, പിൽസ് മുഖ്യം, അതായത് ബിഗിലെ എന്ന ഡയലോഗിൽ വളരെ സന്തോഷത്തോടെ പിൽസ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞിട്ടില്ല, പിൽസ് മുഖ്യം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നു വേണ്ട, എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം, നമുക്ക് കുഞ്ഞു വേണം എന്ന് പറഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടതിനെ റേപ്പ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഇനി 2-3 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ 2-3 അയാളുടെ രീതികളെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം രാഹുൽ? അതേക്കുറിച്ച് നമുക്കറിയാത്ത കാര്യം നമ്മളിങ്ങനെ ആധികാരികമായി സംസാരിക്കണ്ടെന്നേ. നമുക്കറിയാത്ത ചില മൊഴികളുണ്ട്. അടുത്ത 2 വരി വേറെ വിഷയങ്ങളെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ കുറിച്ചേ അല്ല. നേരത്തെ പറഞ്ഞ 2-3 കള്ളങ്ങൾക്കുള്ള മറുപടിയാണ്. ദൈവത്തെ ഓർത്ത് എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമാണ് കോടതി നിരീക്ഷണം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകളുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇത് നിജേഷ് അരവിന്ദ്ജി പറയില്ല, കാര്യം അദ്ദേഹത്തിന് പുരോഗമന പട്ടം പോകുമെന്നുള്ളതുകൊണ്ട്. ശ്രീ മുകേഷിനെതിരെ കള്ളക്കേസാണ്. ശ്രീ മുകേഷിനെതിരെ അനുകൂല ജാമ്യ വിധിയിൽ അനുകൂല വിധി അല്ലെങ്കിൽ അനുകൂല ഒബ്സർവേഷൻസ് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അവിടെ ഇരിക്കുന്ന വസീഫും പറയില്ല, കാര്യം അദ്ദേഹം പുരോഗമനവാദി അല്ലാതായി പോവും. കോടതികൾ പറയുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ പറയണ്ടേ? അനുകൂലമായി എൽദോസ് കുന്നപ്പള്ളിക്കും ശ്രീ മുകേഷിനും അടക്കം കോടതിയിൽ നിന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതുപോലെ നമ്മൾ മറച്ചു വെക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ വസീസ് സഖാവിനോട് എനിക്ക് വളരെ വേദനയോടെയും വിഷമത്തോടെയും ഞാൻ അദ്ദേഹത്തോട് പിണങ്ങുകയാണ്. സഖാവെ, ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഊണ് പോലും കഴിക്കാതെ സമയം മാറ്റിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിട്ട് അത് കോൺഗ്രസ്സുകാർക്ക് ക്രെഡിറ്റ് കൊടുക്കരുതേ. ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബുദ്ധിമുട്ടി ഞാനായിരുന്നു ക്യാമ്പയിൻ ചെയ്തത്. ഇനി എന്റെ ക്യാമ്പയിന്റെ ശക്തി അങ്ങേക്ക് അറിയില്ലെങ്കിൽ അങ്ങയുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. അപ്പുറത്ത് 4-അംഗ സുപ്രീം കോടതി ബെഞ്ചും മുഖ്യമന്ത്രിയും 10,000 പോലീസുകാരുണ്ടായിട്ട് പോലും ശബരിമല കേസ് നിങ്ങൾ തോറ്റുപോയത് ഞങ്ങളെ പോലെ സത്യം പറയുന്നവരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ക്യാമ്പയിന്റെ ശക്തി ചോദിച്ചാൽ ഇത് കോൺഗ്രസ്സുകാരെയൊന്നും പറയരുത്. 2, ഇതൊരു പെയ്ഡ് PR വർക്കൊന്നുമല്ല. ഞാൻ ബഹുമാനത്തോടെ പറയുകയാണ്, അഹങ്കാരത്തോടെ പറയുകയല്ല. നിങ്ങൾ MLA-മാർക്ക് 5 വർഷം കിട്ടുന്ന കാശ് എനിക്ക് 1 വർഷം ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ പോലും തികയില്ല. ഈ നാട്ടിൽ സത്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരുണ്ട്. കോൺഗ്രസും BJP-യും കമ്മ്യൂണിസ്റ്റുമായ സാധാരണക്കാരുണ്ട്. അവരാണ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അല്ല. ഇന്ന് സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്? സന്ധ്യ വാര്യർ പോസ്റ്റ് ഇടാൻ കാരണം ഞാൻ സന്ദീപ് വാര്യരെ ടാഗ് ചെയ്ത് സന്ദീപ് വാര്യർ ഈ സത്യങ്ങൾ പറയണം. കാര്യം സന്ദീപ് വാര്യർ ആ കല്യാണത്തിന് പോയിരുന്നു. ആ കാര്യം പറയണം. സന്ദീപ് സന്ദീപ് വാര്യരുടെ ഐക്യപ്പെടലൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതിന് നിജേഷ് മറുപടി പറയട്ടെ. ആ ഐക്യപ്പെടൽ ഇപ്പോൾ എന്തിനായിരുന്നു? ഒരു സെക്കൻഡ് സന്ദീപ് വാര്യർ എന്ത് പറയണം? കല്യാണത്തിന് പോയില്ലെന്ന് പറയണോ? സന്ദീപ് വാര്യർ പോയ കല്യാണത്തിന്റെ അതൊക്കെ എന്തിനാണ് ഫേസ്ബുക്കിൽ ഇടുന്നത്? വളരെ മുമ്പ് എടുത്ത കഴിഞ്ഞ വർഷം ഇട്ടതല്ലേ? ആയിക്കോട്ടെ, ആ ഫോട്ടോ അദ്ദേഹം അവിടെ ഡിലീറ്റ് ചെയ്തെങ്കിൽ
ഡിലീറ്റ് ചെയ്ത് എന്തിനാണ് ആ ഒരു സംസാരത്തിന് Delete ചെയ്തത് പോകുന്നത്? സന്ദീപ് വാര്യരുടെ പാർട്ടി മര്യാദ. നിലപാടെടുത്ത വിഷയത്തിൽ എന്തിനാണ് സന്ദീപ് വാര്യർ ഒരു- അങ്ങനെ ഒരു- നിലപാട് ഒരു വരി പറയുന്നത്? പറഞ്ഞോട്ടെ, മാഡം. എന്തിനാണ് ഒരു വരി. അങ്ങയോട് ദയവായി ഖേദപ്രകടനം ആൾക്കാർ നടത്തുന്നതൊക്കെ വ്യക്തമാണ്. ദയവായി ആൾക്കാർ കേൾക്കട്ടെ. സന്ദീപ് കേൾക്കട്ടെ. വാര്യർ ആ പോസ്റ്റ് മാറ്റിയത് അയാളുടെ മര്യാദ. പക്ഷെ സന്ദീപ് വാര്യർ ഒരു വർഷം മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ ഈ പെൺകുട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്രയും പ്രശ്നങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു വർഷം മുമ്പ് പോസ്റ്റ് ഇടാതിരിക്കാൻ പറ്റുമോ? പിന്നെ അതിനെക്കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. സത്യസന്ധമായി ഞാൻ അതിനെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ രാഹുൽ പെൺകുട്ടി ഈശ്വരനോട് മാസങ്ങളോളം രാഹുൽ ഈശ്വരനോട് ഒരു സംസാരിച്ച് second ആണ്. രാഹുൽ എന്ത് ഈശ്വരനോട് കഷ്ടം. സംസാരിച്ച് മാഡം, പറഞ്ഞ ഒരു പോസ്റ്റിനെ second കുറിച്ചാണ് ഒന്ന് ഞാൻ പറഞ്ഞത്. കേൾക്കൂ. മാഡം ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കൂ. രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരനായ ഒരു പാർട്ടിയിലും അംഗമില്ലാത്ത ഞാൻ സന്ദീപ് വാര്യരോട് ചോദിച്ചു ഇത് സത്യമല്ലേ എന്ന്. സന്ദീപ് വാര്യർ എഴുതിയത് നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഈ സത്യം പറയാതിരുന്ന എനിക്ക് കുറ്റബോധം തോന്നും. ഈ സത്യം പറയാതിരുന്നാൽ എനിക്ക് വിഷമവും കുറ്റബോധവും തോന്നും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാസങ്ങളോളം ഇവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നു. കല്യാണത്തിന് ഗുരുവായൂരമ്പല നടയിൽ വെച്ചായിരുന്നു. പിന്നെ സന്ദീപ് വാര്യർ കള്ളം പറയണോ? നിങ്ങളുടെ പുരോഗമന കൈയടിക്ക് വേണ്ടി സന്ദീപ് വാര്യർ കള്ളം പറയണോ? അല്ല, അത് താങ്കളോട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ നിജേഷിനോട് ചോദിച്ചോളാം. അത് രാഹുൽ ഈശ്വരോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഒരു സെക്കൻഡ് മാത്രം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എനിക്ക് ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഒരു 2 3 അടുപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയെ കുറിച്ചേ പറയൂല. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. മുമ്പ് ശബരിമല പ്രശ്നം വന്നപ്പോൾ ശ്രീ VT ബൽറാം പോസ്റ്റ് ഇട്ടിരുന്നു, രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മുടെ നേതാവെന്ന്. അവസാനം രാഹുൽ ഈശ്വറിന്റെയും സാധാരണ ഭക്തരുടെയും നിലപാടിലാണ് കോൺഗ്രസ് അടുത്ത ഇലക്ഷനെ വരെ ഫേസ് ചെയ്തത്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഞങ്ങളുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുത്ത നിലപാടിലാണ് കോൺഗ്രസ് അല്ലെ ഇലക്ഷൻ നേരിട്ടത്. പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ രാഹുൽ? ഒരു വരി പറയണ്ടേ മാഡം? ഒരു വരി തീർക്കട്ടെ. അതായത് കോൺഗ്രസ് അടുത്ത ഇലക്ഷനെ കോൺഗ്രസ് 19 സീറ്റ് ജയിച്ച ശബരിമല കാരണമാണ്. ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ അടുത്ത ഇലക്ഷൻ നേരിട്ടത് പ്രധാനമായിട്ട് ശബരിമല ബില്ല് വരാമെന്ന ക്യാമ്പയിന് കൂടെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതേപോലെ ഈ വിഷയത്തിൽ വരും. കാര്യം സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റിച്ച് കള്ളക്കേസ് ഗർഭത്തിലാക്കി ജയിലിൽ അടച്ചതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വന്നതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അന്നും സ്മൃതി മാഡവും ഞാനും കാണും. അന്നും ഇതേപോലെ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ശരി. ശ്രീ ജോർജ് പുടിപാറ, ഇപ്പോൾ പോലീസ് അന്വേഷണം ഇങ്ങനെ നീങ്ങുകയാണ്. രാഹുലിനായി വല വിരിച്ചു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അറസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അടുത്ത ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾക്കിതിൽ പ്രത്യേക താല്പര്യവുമില്ല എന്ന രൂപത്തിൽ തന്നെ നേതാക്കൾ പ്രതികരിക്കുകയാണ്. ഒരു പരാതി വന്നതാണല്ലോ. പരാതി വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു. അപ്പോൾ മാറി നിന്ന് നോക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ കാണുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? സ്മൃതി, അങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഈ പെൺകുട്ടി 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനിടയിൽ പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? എനിക്ക് ആ പെൺകുട്ടി ആ പെൺകുട്ടിയോടൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ആ പരാതി കൊടുക്കാൻ തിരഞ്ഞെടുത്ത സമയമൊക്കെ അതിനകത്തൊരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല SIT ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ ശേഷം ഒരുപാട് അന്വേഷണം നടത്തി. ഒരു ഘട്ടത്തിൽ പോലും ആരും പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത് കൊണ്ട് അവർക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനോ ഏതെങ്കിലും രീതിയിൽ കേസിൽ പുരോഗതി ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമൊക്കെ വന്ന് പ്രചരണം അതിൻ്റെ തീവ്രതയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഓൾ ഓഫ് എ സഡനായിട്ട് ആ ശബ്ദരേഖ മുൻപ് വന്ന ശബ്ദരേഖകളൊക്കെ തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവായിട്ട് ആ ശബ്ദരേഖകൾ പുറത്തു വരുന്നു. രാഹുൽ വീണ്ടും പ്രശ്നത്തിലാവുന്നു. കേരളം അത് ഏറ്റെടുക്കുന്നു, ചർച്ചകളാവുന്നു, വലിയ പ്രശ്നങ്ങളാവുന്നു. അപ്പോൾ ഇതിന് മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പരാതി കൊണ്ട് കൊടുത്തത് ഒരു വശത്ത്, അത് തന്നെ SITക്ക് വേണമെങ്കിൽ നേരത്തെ പരാതി കൊടുക്കാമായിരുന്നു. ഈ പെൺകുട്ടി ഈ 3 മാസക്കാലം പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇത് എന്നേ രാഹുലിൻ്റെ കേസിലൊരു തീരുമാനമായേനെ. ഇതെല്ലാം അന്നേ കൈവശം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല? അത് കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്കുണ്ട്. വേണമെങ്കിൽ രാഹുലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് അതുകൊണ്ടാണ് അറ്റ കൈ എന്നുള്ള നിലയിൽ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും കൂടുതൽ ഹരാസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹ മധ്യത്തിൽ വലിച്ചിഴക്കപ്പെട്ട് ന്യായീകരണം കേട്ട് തളരുന്നൊരു ഘട്ടത്തിൽ എങ്കിൽ പിന്നെ ഇതുവരെ കൊടുക്കണ്ടെന്ന് വെച്ച് എന്നാൽ കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ആ കൊടുക്കാൻ തിരഞ്ഞെടുത്ത സമയത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. വസീഫ് എന്ത് പറഞ്ഞാലും ശരി അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് സമർത്ഥമായ രാഷ്ട്രീയമാണെന്ന് പറയുകയും ചെയ്യാം. കാരണം LDF വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ശബരിമല കൊള്ളയുടെ പേരിൽ വല്ലാതെ ഘട്ടത്തിൽ നിൽക്കുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന അതേ ആളുകളോട് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ അദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റവാളി ആയിട്ടില്ല, കോടതി തീരുമാനിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരാരും
ആരും ഒരു പണത്തൂക്കം സ്വർണം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം നിയമത്തിൻ്റെ വഴിയിൽ എത്തിക്കും, അവരെ ആരെയും വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഇതേ ആനുകൂല്യം രാഹുലിനും വേണമെങ്കിൽ പറയാം, അദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റവാളിയല്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വല്ലാത്ത തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഇത് അന്തം വിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെ രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗം മാത്രമാണ് വാദിക്കുന്നത്. ഒരു വ്യക്തി മാത്രമാണ്, സാധാരണ ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ മങ്കൂട്ടത്തിലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാദത്തിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കും. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ നിസ്സഹായനാണ്, അയാളുടെ ഭാഗം പറയാൻ ആളില്ല. വേണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വളരെയധികം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ വാദമുഖങ്ങൾ ഉയർത്താം. പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു ലേമാൻ അല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ആ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചില ബാധ്യതകളുണ്ട്, അദ്ദേഹം പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്, ചില മര്യാദകളുണ്ട്, ചില ധാർമ്മികതയുണ്ട്, നൈതികതയുണ്ട്. പൊതുസമക്ഷത്തിൽ നിൽക്കുന്ന വ്യക്തികൾ കാണിക്കേണ്ട കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയതാണ് അദ്ദേഹത്തിന് പറ്റിയ വിന. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കാൻ വസീഫ് ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വസീഫിന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഇത്രയും വലിയ നടപടി ഏതെങ്കിലും ആൾക്കെതിരെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? പക്ഷെ പറ്റിയതെന്താണ്? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷവും ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് അന്തസ്സോടെ നിൽക്കാമായിരുന്നു. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി വരുന്നതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിൽ പാർട്ടിക്കൊന്നുമില്ല, പാർട്ടി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, സംരക്ഷിക്കുന്നില്ല എന്ന അന്തസ്സാർന്ന നിലപാടെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഒരു വടിയായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ആ പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ പറയുന്നത് പറയും ചെയ്ത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. KPCC ഒറ്റക്കെട്ടായി എടുത്തതാണ്, AICCയുടെ കൺകറൻസോടുകൂടി എടുത്തതാണ് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. എന്നിട്ടും കോൺഗ്രസ് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് പോയതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അത് തെറ്റ് കോൺഗ്രസിൻ്റെ തന്നെയാണ്. ഇപ്പോഴും ഇന്ന് ഏറ്റവും ഒടുവിൽ വീക്ഷണം പോലും ഈ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തലത്തിലേക്കാണ് പോകുന്നത്. ആരാണ് ഈ പ്രശ്നത്തെ ഇതാക്കിയത്? ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ആ വ്യക്തിയെ എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല? അദ്ദേഹത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ആ പ്രദേശത്തെ DCC പ്രസിഡന്റിനോ ആ പ്രദേശത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ KPCCക്കോ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമുണ്ട്. അവിടെ വലിയൊരു ലാപ്സ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ ലാപ്സ് ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഇഷ്യൂവിലൂടെ മറ്റ് ചിലർക്കിട്ടൊക്കെ പണിയണമെന്ന് ചിലർ വിചാരിച്ചു. അതിലൂടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെത്താൻ ഇതൊരു ഉപാധിയാക്കി മാറ്റാം. അപ്പോൾ ചേരികളിലുള്ളവരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് നിന്നവരെ ഇപ്പുറത്തേക്ക് മാറ്റി ചിലരുടെ ശക്തി കുറച്ച് ചിലരുടെ ശക്തി കൂട്ടി അങ്ങനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വലിയ പദവികളിലേക്കുള്ള പ്രയാണത്തിൽ ചിലരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനും ചിലരെയൊക്കെ മുഖ്യധാരയിലേക്കും അതുപോലെ തന്നെ ലൈം ലൈറ്റിലേക്കും കൊണ്ടുവരാനുള്ള വലിയ കരുനീക്കങ്ങളൊക്കെ പല തലത്തിൽ പല രൂപത്തിൽ നടന്നതിൻ്റെ വിലയാണ് ഇപ്പോൾ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസിന് കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ CPMൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ BJPയുടെ മുഖത്ത് നോക്കി കോൺഗ്രസിന് അതിശക്തമായി പറയാമായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുലിൻ്റെ കാര്യം ഈ ഉമ്മാക്കി കാട്ടി ഈ പാർട്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമില്ല പോന്ന് പറയാനുള്ള അതിശക്തമായിട്ട് തന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അന്തസ്സായ നിലപാടെടുത്തു. ഞങ്ങളുടെ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് എടുത്തു. രാഹുലിനെ കാണിച്ച് ഉമ്മാക്കി കാട്ടണ്ടാമെന്ന് പറയാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ ചെയ്തികളും പാർട്ടി ചെയ്തിട്ടും ഒടുവിൽ പാർട്ടി ഈ നിർണായക ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പാർട്ടിയിലെ പലരും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സ്വയം കൃതാനർത്ഥം എന്ന് മാത്രമേ പറയണ്ടൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് ആ പെൺകുട്ടിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാത്ത ആരോപണം
ആരോപണങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തുല്യ ഉത്തരവാദിത്വമാണെങ്കിൽ ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്നതിനൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള. പക്ഷേ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത്, നീ ഗർഭം ധരിക്കണമെന്ന് പറഞ്ഞയാൾ 1.5 മാസം കഴിഞ്ഞ് നീ ഗർഭം ധരിക്കരുത്, ഗർഭം അലസിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് വല്ലാത്തൊരു ഐറണിയുണ്ട്, വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തിന് രാഹുൽ എന്ത് മറുപടി പൊതുജനത്തോട് പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ശരി, നിജേഷ് അരവിന്ദ്, ഇപ്പോൾ സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാറുള്ളത്? സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് അദ്ദേഹം അത് പിൻവലിച്ചു. അതിൻ്റെ ഒന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും കുറ്റബോധത്തോടു കൂടി DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ കേരള സമൂഹത്തിനകത്ത് അപമാനിച്ചത്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്, ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് CD എടുക്കാൻ വേണ്ടി കോയമ്പത്തൂരേക്ക് തുരുതുര യാത്ര ചെയ്ത് ഇല്ലാത്ത പേജുകൾ കൂട്ടിവെച്ച് ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചിട്ട് ഇപ്പോൾ മരണപ്പെട്ടതിന് ശേഷമാണെങ്കിലും കുറ്റബോധത്തോടു കൂടി സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ വസീഫ്, ഞാൻ പറഞ്ഞ തീവ്രത അളക്കൽ അവിടെയല്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസിനകത്ത് നിങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകയെ നിങ്ങളുടെ ഒരു MLA ആയ PK ശശി പീഡിപ്പിച്ചതിനെതിരെ ആ സ്ത്രീ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ പരാതി കൊടുത്തപ്പോൾ ശ്രീമതി ടീച്ചറും ബാലനും വന്ന് അത് അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടിലാണ് പറഞ്ഞത് തീവ്രത കുറഞ്ഞ ഒരു പീഡനമാണ് നടന്നത് എന്ന്. അതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. P ശശി, ഗോപി കോട്ടമുറിക്കൽ, ഇവരൊക്കെ പൊതുസമൂഹത്തിനകത്തുണ്ട്. അവരൊക്കെ ഇന്നും CPMന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുണ്ട്, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഞങ്ങൾക്ക് പാർട്ടിയിൽ ഒരു ആരോപണം വന്നു, ഞങ്ങളത് മാറ്റിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിന് പിറകെ പോകുന്നില്ല, ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ പോകുന്നില്ല, പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് തീവ്രത അളക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ആ വിഷയം അവസാനിച്ചു. ഞാൻ ചോദിക്കും, പറഞ്ഞു കഴിയട്ടെ, ഒരാൾ സംസാരിക്കുകയാണല്ലോ. നിജേഷ്, ഈ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നത് ആ കല്യാണ ഫോട്ടോ അതിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം രാഹുൽ ഈശ്വറിനോട് ഖേദപ്രകടനം നടത്തി ഒരു സത്യം വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്ന മട്ടിലിട്ട പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടെന്നേ. ആരെങ്കിലും ഇപ്പോൾ ആ സത്യം വിളിച്ചു പറയാൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഒരു സത്യം വിളിച്ചു പറയാൻ പാർട്ടി ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ സന്ദീപ് വാര്യർക്ക്? KPCCയുടെ എല്ലാ ജനറൽ സെക്രട്ടറിമാരുടെയും പോസ്റ്റ് നോക്കി അഭിപ്രായം, ഞാനത് പിൻവലിച്ചു എന്നാണ് കരുതിയത്. പറയാൻ ആളുമല്ല. KPCC എന്നോട് അല്ല, ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ, അതിൻ്റെ ശരിതെറ്റുകൾ പറയാൻ, അതിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാൻ ആളല്ല. അത് നാളെ കോടതിയിൽ തെളിയിക്കപ്പെടണം. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണെങ്കിലും വിൻസെന്റ് MLAയുടെ കാര്യമാണെങ്കിലും പിന്നീട് പൊതുസമൂഹം കോടതി വിധികൾ വന്ന് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. രാഹുലിന്റെ കാര്യം പറയാനുള്ള സ്ഥലമുണ്ട് കോടതി. ആ പെൺകുട്ടിയുടെ സ്ഥലം പറയാനുള്ള ഇടമുണ്ട്. അതിനിടയ്ക്ക് പിന്തുണയുമായി നേതാക്കൾ വരിക, അതാണ് താങ്കളോട് ഞാൻ ചോദിച്ചത്. ഇന്ന് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം, സന്ദീപ് വാര്യർ ചെയ്തത് അതിന്റെ ഒരു ഉദാഹരണമാണ്. അടുത്തതാണ് ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും ചില പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ നേതാവിനും മുൻ KPCC അധ്യക്ഷനും അറിയാമായിരുന്നുവെന്ന്. അതായത് K സുധാകരൻ അറിയാമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്ത് നമ്മൾ കണ്ടു. KPCC മുൻ പ്രസിഡന്റ് ഇപ്പോൾ ഈ ഘട്ടം വരെയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇന്നാണല്ലോ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷ ലഭിക്കണം എന്ന രൂപത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ നേരത്തെ എല്ലാം അറിഞ്ഞിട്ടാണോ K സുധാകരൻ അദ്ദേഹത്തിന് മുഴുവൻ പിന്തുണയും നൽകിയത്? മിടുക്കനായ ചെറുപ്പക്കാരൻ, ഭാവിയുള്ള ചെറുപ്പക്കാരൻ, ഭാവി നശിപ്പിക്കാൻ പോകുന്നു. സ്മൃതി, ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിക്ക്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിനകത്തുണ്ടല്ലോ. അങ്ങനെ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഏതെങ്കിലും വാക്കുകളെ അടർത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണോ രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാടുകൾ പറയുന്നതാണോ ശരി? എന്നെ സ്മൃതി ഇന്ന് ഈ ചർച്ചയ്ക്ക് വിളിക്കാൻ കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയാൻ വേണ്ടിയിട്ടല്ലേ? ആ ഔദ്യോഗിക നിലപാടാണ് പറയുന്നത്. ഈ
MLA-യെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിജേഷ് ആ ചോദ്യം ചോദിക്കുന്നത്. ഔദ്യോഗിക നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ കൺവീനർ അടക്കം AI ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത് ഇരയെന്നാണ്. അങ്ങേക്ക് ഞെട്ടൽ തോന്നില്ലേ മാങ്കൂട്ടത്തിൽ ഇരയാണെന്ന്? ഈ വിഷയത്തിനകത്ത് നിങ്ങളിനി എത്ര കുത്തിത്തിരിപ്പ് നടത്തിയാലും ഇന്ത്യൻ നാഷണൽ അതെങ്ങനെയാണ് ചോദ്യം കുത്തിത്തിരിപ്പാകുന്നത് നിജേഷ്? ഇയാളെ സംരക്ഷിക്കാനോ ഇയാളുടെ പിറകെ പോവാനോ തയ്യാറല്ല. അല്ല, സ്മൃതിയുടെ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും എടുത്ത് പരിശോധിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ നിലപാടിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എടുത്ത നിലപാടിനെ, നിങ്ങൾ ഔദ്യോഗികമായി എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്തത് മാധ്യമപ്രവർത്തകരല്ല നിജേഷ്. ആ ചോദ്യം ചെയ്ത നിങ്ങളെ തന്നെ നേതാക്കളാണ്. സ്മൃതിയോട് ഒറ്റ കാര്യം പറയട്ടെ, സ്മൃതിയോട് ചോദിക്കട്ടെ. നിങ്ങളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തക ഒരു മാധ്യമ കാലത്ത് ഒരാളോട് ഇന്റർവ്യൂ നടത്തി, ആ ഇന്റർവ്യൂവിൽ അവരുടെ പീഡനകാലം മുഴുവൻ തുറന്നു പറഞ്ഞു. ആ മാധ്യമ പ്രവർത്തക പിന്നീട് കേരളത്തിലെ മന്ത്രിയായി മാറി. ആ ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഒരു CPM MLA-ക്കെതിരെയായിരുന്നു. അതും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ആ മന്ത്രിയോട് ഇതേപോലെ വിളിച്ചു ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ആ സ്ത്രീ ഈ MLA-യിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളെ പറ്റി എന്താണ് ഇന്ന് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിക്കുന്നില്ല. MLA-യുമായി ബന്ധപ്പെട്ട ചോദ്യവും നമ്മൾ പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് കോടതിയിൽ ഈ ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ തിരിച്ച് MLA ആകാൻ പറ്റില്ലല്ലോ എന്നുമാണ്. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആ രൂപത്തിലല്ല. അതേ ആളുടെ പാർട്ടി വക്താവല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ അതേ പാർട്ടിയുടെ പ്രതികരിക്കുകയാണ്. സിനിമ വേറെ രാഷ്ട്രീയം വേറെയെന്ന്. നമ്മൾ സിനിമയും രാഷ്ട്രീയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. സിനിമയിലിരുന്ന ആൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതിനെ കുറിച്ച്, രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ വന്ന ഒരു ആരോപണത്തിൽ കേസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ കേസിലാണ് അന്ന് MP ഗോവിന്ദൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പല കേസുകളിൽ പലതരം ധാർമ്മികത എടുക്കുന്നു എന്നൊരു ആരോപണം CPM-നെതിരെയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതൻ എന്ന് പറയുക, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടി കോടതി പരിശോധിക്കുമെന്ന് ചില നേതാക്കൾ പറയുക, അതിന് തീവ്രത കുറവാണെന്ന് ചില നേതാക്കൾ പറയും. ഇതൊക്കെ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്മൃതി, സമയം എന്താ? അതെ, ചോദ്യം മനസ്സിലായി. എസ്സേ വേണ്ട, സമയം തന്നാൽ മതി. അത് തന്നെയാണല്ലോ മറ്റേ ആളും പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ആര് പറഞ്ഞു എന്നാ പറയുന്നത്? ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ വീക്ഷണം ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള സംഘത്തിന് അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾക്ക് രാഹുലിനെ ആക്ഷേപിക്കാൻ അവകാശമില്ല എന്നാണോ എന്നുള്ളതാ. നമുക്ക് അതിൻ്റെ സാഹചര്യത്തിലേക്ക് പോകണ്ട. അന്ന് നിങ്ങൾ ഏത് തീവ്രതയാണ് അളന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ചെന്നിത്തലയുടെ കാര്യം. ചെന്നിത്തലയ്ക്ക് എന്താ ഈ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട്? ചെന്നിത്തല നിങ്ങളുടെ ഔദ്യോഗികമല്ലേ? കുറെ മുൻപും ഇദ്ദേഹത്തെക്കുറിച്ച് പരാതി കിട്ടിയിരുന്നു എന്ന്. അന്ന് ഏത് തീവ്രതാ മെഷീൻ കൊണ്ടാണ് ഈ MLA നിങ്ങൾ അളന്നിരുന്നത്? VD സതീശന്റെ അടുത്തൊരു പ്രത്യേക തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടോ? നിങ്ങൾ വ്യക്തമാക്ക്. തെളിവുകൾ വന്നു അതിനുശേഷം. അതും ഈ പറയുന്ന VD സതീശന്റെ അടുത്ത് പോയി പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് എന്ന് മറ്റൊരു പെൺകുട്ടി വന്ന് ഈ ചാനൽ മുറിയിൽ വന്ന് പറഞ്ഞു. ഏത് തീവ്രത വെച്ചാ നിങ്ങൾ അളന്നുകൊണ്ടിരുന്നത്? പിന്നീട് ഈ തെളിവുകൾ ലോകത്തോട് സംസാരിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് നിങ്ങൾ ശുദ്ധ നുണ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. മാന്യത കാണിക്ക്. നിങ്ങളെ പോലെ തന്നെ ഒച്ച ഉണ്ടാക്കാൻ എനിക്കും പറ്റും. നിങ്ങൾ പൂർണ്ണമായി നുണ പറയുന്ന സമയത്തും ഞാൻ ഇടപെട്ടിട്ടില്ല. പൂർണ്ണമായും തെളിവുകൾ വന്ന സമയത്ത് നിങ്ങൾ ഈ സമൂഹത്തോട് പറ, എത്ര ദിവസം മാധ്യമങ്ങളെ കണ്ടു ഈ പറയുന്ന MLA? ഒരിക്കലെങ്കിലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ? ഇത് തെറ്റാണെന്ന്, ഇതിൽ പറയുന്നതിൽ എനിക്ക് പങ്കില്ലെന്ന്, എൻ്റെ ശബ്ദമല്ലെന്ന്, എൻ്റെ മെസ്സേജ് അല്ലെന്ന് അദ്ദേഹം പറഞ്ഞോ? ഈ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത്, സമാനതകളില്ലാത്ത കേസാണ്. എന്നിട്ടും നിങ്ങൾ നോക്ക്, നിങ്ങളുടെ പല ആളുകളും നിങ്ങളുടെ PR വർക്കും നിങ്ങളുടെ പല ഏജൻസികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതും CPM-ന്റെ എന്തോ ഒരു കുറ്റമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ അതാണ് ഉമ്മൻചാണ്ടിയുടെ കേസും പറഞ്ഞത്. ഞങ്ങളല്ല പരാതിക്കാര്,
മല്ലലിൽ ശ്രീധരൻ നായർ ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾക്ക് പോയി ചോദിച്ചൂടെ? നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവല്ലേ പത്തനംതിട്ടയിലെ? ആ പത്തനംതിട്ടയിലെ നേതാവിനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ സോളാർ കരാറിൽ അദ്ദേഹം പണം കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് തുടർ ആരോപണങ്ങൾ വന്നത്. വസീഫ്, ഇനി അത് പറയേണ്ട കാര്യമുണ്ടോ? അന്വേഷണം നടത്തി കോടതി തള്ളിക്കളഞ്ഞ കേസ് ഇനിയും എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേരളം കണ്ടതാണ് വസീഫ്. ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ ഒരു ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഈ ബഹളം എന്തിനാണ് സ്മൃതി? ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നെന്താ? ഈ പറയുന്ന വലിയ രീതിയിൽ ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ, അതായത് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് എതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇത്ര നാവ് ഉയരുന്നില്ല. എന്നാൽ ഇതിനെ ന്യായീകരിക്കുക നിങ്ങൾ. ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് എന്താ? ഇവർ തീവ്രതയുടെ മെഷീനെ കുറിച്ച് പറയുമ്പോൾ KPCC ആഫീസിൽ ഒരു തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ തീവ്രത അളക്കുന്ന മെഷീൻ എന്നേ പൊട്ടിപ്പോകുമായിരുന്നു. മനസ്സിലായോ? അത് ഇങ്ങോട്ട് വേണ്ട. ആ തീവ്രത അവിടെ KPCC ആഫീസിലെ മുതിർന്നതും യൂത്തതുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടേതും അങ്ങ് അളന്നാൽ മതി. ആ അളവ് ഞങ്ങളടുത്തേക്ക് ഇളക്കാൻ വരണ്ട. അത് നിങ്ങൾ തന്നെ ആദ്യം പരിശോധിക്ക്. പിന്നെ മുകേഷിന്റെ കേസ് വിൻസെന്റ് MLA, എൽദോസ് കുന്നപ്പള്ളി MLA, ഇവരൊക്കെ ഈ സഭയിലുള്ള MLA മാരാ. ആ കേസും ഈ കേസും സമീകരിക്കണ്ട എന്നാ പറഞ്ഞത്. മുകേഷിന്റെ കേസ് ഞാൻ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ പറയാം മുകേഷിനെതിരെ പരാതി കൊടുത്തത് ആരാ സ്മൃതി? അല്ല, മുകേഷിനെതിരെ അല്ല ഞാൻ ചോദിച്ചത്. വിൻസെന്റ് MLAയുടെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എടുത്ത നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രതിഷേധവും പ്രതികരണവും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തേക്ക് ജനങ്ങളുടെ കോടതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. അത് സ്വാഭാവികമല്ലേ? മുകേഷിന്റെ വിഷയത്തിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിലും ഏറ്റവും കൃത്യമായ നിലപാട് ഞങ്ങൾ എടുത്തു. ഞങ്ങൾ പറഞ്ഞു, ആ പരാതി കൊടുത്ത ആളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചല്ലേ. ഒരു പരാതി വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടുക? പരാതിയെ കുറിച്ച് ഒരു വിശദമായ പരിശോധന നടത്തണ്ടേ? ആ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് ആർക്കും ബോധ്യപ്പെടാവുന്നതല്ലേ മുകേഷിനെതിരെയുള്ള പരാതി? 11 വർഷം മുമ്പുള്ള പാർട്ടിയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പാർട്ടിയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഇരയ്ക്കൊപ്പം നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞുതരാമോ? ഉദാഹരണം പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതിയുടെ കയ്യിൽ ഏതെങ്കിലും CPM നേതാക്കന്മാർക്കെതിരെയുള്ള പരാതി കിട്ടിയിരുന്നോ? ഈ പറയുന്ന പേരുകൾ നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ഓഫീസിനകത്ത് ഞങ്ങളുടെ സംഘടനാ രീതിക്കനുസരിച്ച് പല തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഞങ്ങൾ നടപടിയെടുക്കും. ഞങ്ങൾ അതിൽ അന്വേഷണം നടത്തും, വേണ്ട ക്രമീകരണങ്ങൾ വരുത്തും, നടപടിയെടുക്കും. അങ്ങനെ എത്ര ആളുകൾക്കെതിരെ നൂറുകണക്കിന് CPM പ്രവർത്തകരെ പല കാരണങ്ങളാൽ, അത് CPM-ന്റെ അച്ചടക്കത്തെ, CPM ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു സഖാവിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന നടപടികളാണ്. എന്നാൽ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഊഹങ്ങൾ മാത്രം ശരി, പോലീസിന് കൊടുക്കേണ്ട കേസും നിങ്ങൾ തന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ് പാർട്ടി കോടതി എന്ന രൂപത്തിൽ നിങ്ങളുടെ തന്നെ ഒരു നേതാവ് പറഞ്ഞിരുന്നത്. ഒരു കേസുമില്ല. പോലീസിനോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയത്ത് അങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. കുറെ പ്രാവശ്യം പറഞ്ഞതാണ് രാഹുൽ ഈശ്വർ. അങ്ങ് മുകേഷിന് വേണ്ടി പറഞ്ഞതാണ്. വേണ്ടെന്നേ, ഇനി പറയണ്ടെന്നേ. അല്ല, ഒരു വരി മാഡം, ഒരു വരി തരൂ, സമയമില്ലല്ലോ. ശ്രീ വസീഫ് പറഞ്ഞത്, മുകേഷിനെ കുറിച്ച് പറഞ്ഞത് 100% ശരിയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ ശ്രീ മുകേഷിന് അനുകൂലമാണ്. ഈ മുകേഷിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് തെറ്റായ നിലപാടെടുത്തിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയോടക്കം കമ്പയർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നെടുത്ത് തെറ്റായ നിലപാടാണ്. നമ്മൾ സത്യസന്ധമായി തുറന്നു പറയണം. രാഷ്ട്രീയത്തിന് വേണ്ടി എതിർ പാർട്ടിയിലെ ആൾക്കാരെ കരിവാരി തേക്കുന്ന മനോഭാവം നിർത്തണം. ജോർജ് പടിപ്പാറ സാറിന് ഒരു നന്ദിയും കൂടെ പറയണം. ഇത് ബലാത്സംഗം പറയാൻ ഒരു മാന്യതയെങ്കിലും കാണിച്ചല്ലോ. അങ്ങേ പോലെ മുതിർന്നൊരു പത്രപ്രവർത്തകൻ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് എല്ലാത്തിനും നന്ദി പറയാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ അസ്ഥിക്ക് പിടിക്കുന്ന വേദന അനുഭവിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞാൽ പോരെ? അല്ല, അങ്ങനെയാണ് വക്താവായി വേദനിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞാൽ പോരെ? മാധ്യമപ്രവർത്തകരെല്ലാം പകുതി സത്യം വെച്ച് ആക്രമിക്കുമ്പോ ഒരു മാധ്യമപ്രവർത്തകൻ സത്യം പറയുന്നുണ്ടല്ലോ, പൊതുജനങ്ങൾക്ക് അത് നന്ദിയായിട്ടേ തോന്നൂ. പൊതുജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ പൊതുപ്രവർത്തകനാണ് അങ്ങ്. ഉപയോഗപ്പെടുത്തിയത് ശരി. അല്ലല്ല, അങ്ങേക്ക് പിന്തുണയാണ് നൽകിയത് വസീഫ്. പറഞ്ഞോളൂ. അല്ല, വസീഫിന് സമയം തരാന്നേ. വസീഫ് പറയൂ.
അല്ല, എനിക്ക് പിന്തുണ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പിന്തുണയും വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പിന്തുണയും വേണ്ട സ്മൃതി. നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെയും വിളിച്ച് നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയൊക്കെ ചർച്ച ചെയ്തോ. അതൊന്നും നിലപാടാണെന്നും അത് ഞങ്ങൾക്കുള്ള പിന്തുണയാണെന്നൊന്നും പറയണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ പറയും. പിന്നെ ഇവിടെ ഈ ജോർജ് പൊടിപ്പാറ സാറെ പോലെയുള്ളവർ പറയാ ഇത് രാഷ്ട്രീയ ആരോപണമാണ്, ഇത് ഒരു കൃത്യമായ സമയത്താണ് എന്നൊക്കെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ അപമാനിതനാകുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇത് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളാണോ ഈ ആരോപണം കൊണ്ടുവരുന്നത്? എത്ര ദിവസമായി ഈ ആരോപണം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? പെൺകുട്ടിക്ക് അനുഭവപ്പെട്ട പീഡനങ്ങൾ, വേദനകൾ, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കേൾക്ക്. എന്താ ഉദ്ദേശം? ഞങ്ങളെന്താ നിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്ന തരത്തിലേക്ക് പറയാ നിങ്ങള്. അങ്ങനെയൊന്നും പറഞ്ഞു പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനം ഈ ആവോളം പറയാനുണ്ട്. അത് പറയാൻ തന്നെ ഞങ്ങൾക്ക് സമയം തികയുന്നില്ല. മറ്റെന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ ആര് കട്ടാലും അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം സ്മൃതി. നിങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടും. കാരണം എന്താ അറിയോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ UDF ഇല്ലിവിടെ നിലം തൊടുന്നില്ല. ഈ നാട്ടിൽ സംഘടനാ സംവിധാനമില്ല UDF-ന്. എല്ലാം ഇങ്ങനെ കുത്തടിഞ്ഞ് തമ്മിൽ തല്ലി നടക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടും. കേരളത്തിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ നാടിന്റെ പുരോഗതിയെ കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ ഒരു മിനിറ്റ് ഞാൻ സുഭാഷ് ബാബുലേക്ക് കൂടെ പോട്ടെ. അങ്ങിപ്പോ വികസനത്തെ കുറിച്ച് നമുക്ക് വേറെ ദിവസം നിൽക്കാന്നേ. സുഭാഷ് ബാബു, ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ എത്രത്തോളം ഈ യുവതിക്ക് അനുകൂലമാണ്? ഈ കേസ് എത്രത്തോളം ശക്തമാണെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഈ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്ര നാളായിട്ട് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് 3 മാസം മുമ്പ് സുവോമോട്ടോ കേസെടുത്ത് അന്വേഷിച്ചിട്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തി പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് കേരള സംസ്ഥാനം മുഴുവനും പറ്റുന്നിടത്ത് മുഴുവൻ പ്രചാരണം നടത്തിയിട്ടും ആരും വന്നിട്ടില്ല. ആ സമയത്തൊക്കെ ഈ ഇപ്പോൾ ഉള്ള ശബ്ദശകലങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ കേസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അംഗത്തിൽപ്പെട്ട യുവതി വന്ന് പരാതി കൊടുക്കുമ്പോൾ അതേ ശബ്ദശകലങ്ങളും അതേമാതിരി ഡിജിറ്റൽ തെളിവുകളുമായിട്ട് വരുന്ന അവസരത്തിൽ ആ കേസിലോട്ടാണ് പെടുത്തേണ്ടിയിരുന്നത്. അതിലോട്ട് പെടുത്തി കഴിഞ്ഞാൽ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതുവരെ വരാത്ത ആളുകൾ ഇപ്പോൾ അങ്ങനെ വന്നു ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കേസെടുത്തു. അതൊക്കെ ബുദ്ധിപരമായിട്ട് പോലീസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നത്. ഞാൻ തെറ്റ് പറയുന്നില്ല. അതിപ്പം ചിലപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിൽ പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൽ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് വിവാഹിതയായ സ്ത്രീ വേറൊരു പുരുഷനുമായിട്ട് ഇതേമാതിരി ഉഭയകക്ഷി സമ്മതം പ്രകാരം വീഴ്ച നടത്തി കഴിഞ്ഞ് പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ റേപ്പാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല എന്ന് അസന്നിഗ്ധമായി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ റേപ്പ് എന്ന് പറഞ്ഞാൽ ജോർജ് പൊടിപ്പാറ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഇത്. അത് വളരെ സങ്കീർണമായ ഒരു പൊസിഷനാണ്. പിന്നെ ഗർഭചിത്രം അതെ, ആ പ്രേരിപ്പിച്ച ശബ്ദശകലങ്ങളല്ലാതെ ഗർഭം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഗർഭമാണെന്ന് തെളിയിക്കാത്തിടത്തോളം കാലം രാഹുൽ മാക്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് തെളിവ് വേണമെങ്കിൽ ആ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് DNA പരിശോധിച്ച് രാഹുലിൻ്റെ ആണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കതിനകത്തിലേക്ക് മുന്നോട്ട് പോകാം. അതുകൂടാതെ പിന്നെ ആ പരാതിക്കാരിയുടെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞത് IT ആക്ട് പ്രകാരം പോലീസ് ആക്ട് PSOലെ ഇതനുസരിച്ചിട്ട് 354 പ്രകാരമായിട്ടൊക്കെ കേസ് നിലനിൽക്കും. പക്ഷേ അതല്ലാതെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് തെളിവ് ശേഖരിക്കാനും തെളിയിക്കാനും അതീവ ദുഷ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ നിലനിൽപ്പ് എനിക്ക് വളരെ വളരെ സംശയമുണ്ട്. സാധാരണഗതിയിൽ സാധിക്കാൻ പോലീസിനെ പറ്റില്ലാത്ത ഒരു സാഹചര്യം ഈ കേസിൽ സംജാതമായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. വളരെ നന്ദി നിജേഷ് അരവിന്ദ്, V വസീഫ്, ശ്രീ സുഭാഷ് ബാബു, രാഹുൽ ഈശ്വർ, ശ്രീ ജോർജ് പൊടിപ്പാറ ചർച്ചയിൽ പങ്കെടുത്തതിന്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.